Dear friends, I am M.A. Rashid, consultant psychologist and JCI India Zone Trainer. പ്രിയ സുഹൃത്തുക്കളെ, പണ്ട് അമേരിക്കയിൽ നടന്നൊരു സംഭവമാണ്. 18-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ഒരു കൊച്ചു കുടിയിൽ മനോഹരമായി പെയിൻ്റ് അടിച്ച് വളരെയധികം സുന്ദരമാക്കിയ ഒരു കുടിൽ, അതിലൊരു അമ്മയും രണ്ട് മക്കളും. ചെറിയ പെൺകുട്ടിയായിരുന്നു ഏറ്റവും ഇളയത്. അതിൻ്റെ തൊട്ട് ഒരു 5-6 വയസ്സുള്ള ഒരു പയ്യൻ. ഒരു ദിവസം അമ്മ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ചെറിയ മകളെ ഉറക്കി കിടത്തി മറ്റേ ആളെ അവരെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. പെട്ടെന്ന് തിരിച്ചു വരും. അങ്ങനെ അമ്മ പെട്ടെന്ന് തിരിച്ചു വരുന്ന സമയത്ത് ആ മനോഹരമായി ഈ അടുത്ത് തന്നെ പെയിൻ്റ് അടിച്ച ആ വീടിൻ്റെ ചുമരിൽ കുറേ കുറിയ വരകൾ കണ്ടു, കുത്തി വരകൾ. അമ്മക്ക് ദേഷ്യം വന്നു. ഇത്ര കഷ്ടപ്പെട്ട് പെയിൻ്റ് അടിച്ചിട്ട് എന്താണ് നീ കാണിച്ചത്? പക്ഷെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ അമ്മക്ക് കൗതുകം തോന്നി. അമ്മ ചോദിച്ചു അവനോട്, നീ എന്താണ് ഇവിടെ വരച്ചു വച്ചിരിക്കുന്നത്? അവൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ എൻ്റെ കൊച്ചനിയത്തിയെ, അവളുടെ ആ സുന്ദരമായ മുഖം, അവൾ ഉറങ്ങുന്ന സമയത്ത് അവളെ വരയ്ക്കാൻ ശ്രമിച്ചതാണ്. അമ്മക്ക് സന്തോഷമായി. അമ്മ ആ കുഞ്ഞു മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, യു വിൽ ബി ദ ഗ്രേറ്റ് പെയിൻറ്റർ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ചിത്രകാരനായിട്ട് നീ മാറും. ആ മനുഷ്യനാണ് പിൽക്കാലത്ത് അമേരിക്കയിലെ റോയൽ സൊസൈറ്റി ഓഫ് ആർട്സിൻ്റെയൊക്കെ പ്രസിഡൻ്റൊക്കെ ആയി മാറിയ ലോകത്തിലെ വിശ്വവിഖ്യാത പെയിൻറ്റിങ് പ്രശസ്തനായ ബെഞ്ചമിൻ വെസ്റ്റ് എന്ന് പറയുന്ന മനുഷ്യൻ. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരു ദേഷ്യം വരുന്ന സമയം, നമുക്ക് പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. പോസ്, തിങ്ക് ആൻഡ് ഡിസൈഡ്. ഒന്ന് നിർത്തി ഒന്ന് ആലോചിക്കുക, എന്നതിന് ശേഷം നമ്മൾ പ്രതികരിക്കുക. ഇങ്ങനെയാണെങ്കിൽ പലപ്പോഴും പല അപകടങ്ങളും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അധ്യാപകർക്കും അതുപോലെ തന്നെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഈ സന്ദേശം സമർപ്പിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.